ഹായ് നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ കൽക്കട്ടയിലെ ഒരു കറക്കത്തിൻ്റെ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കൽക്കട്ട മുഴുവൻ ഒന്ന് കാണാം. ഇതാണ് നമ്മുടെ കൽക്കട്ടയിലെ എസ്പ്ലനേഡ് എന്ന് പറയുന്ന ഷോപ്പിംഗ് ഏരിയ. സകല ബ്രാൻഡഡ് ആയിട്ടുള്ള ഷൂസ്, ചെരുപ്പ് തുടങ്ങിയ ഐറ്റംസും തുണിത്തരങ്ങളും ഇവിടെ വാങ്ങാൻ കിട്ടും. പക്ഷേ ഒറിജിനലിനെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് മാത്രം. എൻ്റെ പൊന്നുമോനെ പെട്ടുപോയി, ഒടുക്കത്ത മഴ. ഇതേ കണ്ടില്ലേ, സത്യം പറഞ്ഞാൽ 2 മണിക്കൂറായി ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇന്ന് കൽക്കട്ടയിലെ ഓരോ കോണും അരിച്ച് പെറുക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ഇവൻ നമ്മൾ തോപ്പിച്ച് കളഞ്ഞു. നോക്കാം. കൽക്കട്ട സിറ്റിയെ സിറ്റി ഓഫ് ജോയ് എന്നാണ് പറയുന്നത്. ഇതാണ് കൽക്കട്ടയിലെ ന്യൂ മാർക്കറ്റ്. ഇവിടെ എല്ലാത്തരം സാധനവും നമുക്ക് വാങ്ങാൻ കിട്ടും. ഇവിടെയുള്ള സാധനങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് തീരുമാനിച്ചുറപ്പിച്ച ഒരു വിലയൊന്നുമില്ല. അവർ ലോകത്തില്ലാത്തൊരു വില പറയും, നമ്മൾ ലോകത്തില്ലാത്തൊരു വില പറയുക. രണ്ടുപേർക്കും മാന്യമെന്ന് കരുതുന്ന ഒരു തുകയിൽ വെച്ച് അങ്ങോട്ട് ഉറപ്പിക്കുക. അത്ര തന്നെ, സംഭവം സിമ്പിൾ. ഫുട്പാത്ത് കച്ചവടമാണ് ഇവിടുത്തെ മെയിൻ. അതുകൊണ്ട് പാവങ്ങൾക്ക് സാധനങ്ങളൊക്കെ അത്യാവശ്യം റീസണബിൾ റേറ്റിൽ വാങ്ങിച്ച് കീശലാക്കി കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ പിന്നെ ബർഗർ കിങ് പോലെയുള്ള ധാരാളം സ്ഥാപനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ന്യൂ മാർക്കറ്റിൻ്റെ ഹിസ്റ്ററി ഒന്ന് നോക്കാം. ഹിസ്റ്ററി മാസ്റ്റാണ് കേട്ടോ. 1874 ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൽക്കട്ട ഭരിച്ചിരുന്ന കാലഘട്ടത്ത് ബ്രിട്ടീഷുകാരുടെ പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി കൽക്കട്ടയുടെ ഹൃദയഭാഗത്ത് തുടങ്ങി വെച്ച മാർക്കറ്റാണ് ഈ ന്യൂ മാർക്കറ്റ്. അക്കാലത്തെ കൽക്കട്ട കോർപ്പറേഷൻ്റെ ചെയർമാനായിരുന്ന സർ സ്റ്റുവർട്ട് ഹോഗിൻ്റെ നാമധേയത്തിലും ഈ മാർക്കറ്റ് അറിയപ്പെടുന്നുണ്ട്. ഹോഗ് എന്തൊരു വൃത്തിയായിട്ട പേരല്ലേ. അല്ല, സാവൂന്ന കിട്ടാപ്പോരായിരുന്നു ഇവർക്ക്. പറഞ്ഞപ്പോഴത്തേക്കും തൊണ്ട ഉളുക്കിപ്പോയി. ഈ ബ്രിട്ടീഷുകാർക്ക് ഇറച്ചിയും മീനും മേടിക്കാനും ചെരുപ്പും തുണിയൊക്കെ വാങ്ങിക്കൂട്ടാനുമായിട്ടാണ് ഈ മാർക്കറ്റ് തുടങ്ങിയതെങ്കിലും പിൽക്കാലത്ത് ന്യൂ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൽക്കട്ടയുടെ പ്രമുഖ ട്രേഡിംഗ് സെൻ്ററായി മാറി എന്നതാണ് സത്യം. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ന്യൂ മാർക്കറ്റിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഒരു 2007 കാലഘട്ടത്തിൽ ഞാനിവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആദ്യമായിട്ട് പന്നിയിറച്ചി വാങ്ങിയത് ഈ ന്യൂ മാർക്കറ്റിൽ നിന്നാണ്. നിങ്ങൾക്കറിയാലോ, അച്ചായന്മാർക്ക് ആഴ്ചയിൽ ഒരു ദിവസം പന്നിയിറച്ചിയോ പോത്തിറച്ചിയോ ഇല്ലാണ്ട് പറ്റത്തില്ല എന്ന്. അതുകൊണ്ട് അതിനുവേണ്ടി അങ്ങനെ അന്വേഷിച്ച് നടന്ന് ചോദിച്ച് ചെന്നപ്പോൾ കണ്ടെടുത്തും തത്തീരും അടിയൊക്കെ മേടിച്ചിട്ട് അവസാനം ഈ ന്യൂ മാർക്കറ്റിൽ നിന്നാണ് ഒരു ഇറച്ചി കട ഞാൻ കണ്ടുപിടിച്ചത്. ഏതായാലും തെറ്റ് പറയരുതല്ലോ, നല്ല അലുവ കഷ്ണം പോലത്തെ ഇറച്ചിയാണ് അന്ന് കിട്ടിയത്. ആ 2007 കാലഘട്ടം വരെ ഈ പന്നിയിറച്ചി സീസൺ ചെയ്തെടുക്കുന്ന ഒരു പ്രത്യേക ഹാം എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ട്. ഈ സംഭവം അവരവിടെ ഉണ്ടാക്കി പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഇംഗ്ലീഷുകാരും മറ്റും ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാതെ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഈ ഹാം. ഞാൻ ഇപ്രാവശ്യം അവിടെ ആ കടയൊക്കെ അന്വേഷിച്ചു. പക്ഷേ നിലവിൽ ഇപ്പോൾ അവിടെ ആ കടകളൊന്നും പ്രവർത്തിക്കുന്നില്ല. എന്നാൽ പിന്നെ വാ, നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം മച്ചന്മാരെ. എന്താ ഭംഗി അല്ലേ? അപ്പോൾ നിങ്ങൾക്കിപ്പോൾ തോന്നുന്നുണ്ടാവും ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന്. അതെ, അച്ഛനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ വിക്ടോറിയ മെമ്മോറിയൽ പാലസിൻ്റെ മുമ്പിലാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, കൊൽക്കത്തയിൽ വന്നാൽ കണ്ടിരിക്കേണ്ട പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊന്നാണ് ഈ വിക്ടോറിയ പാലസ്. കൊൽക്കത്ത നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് 64 ഏക്കറോളം വരുന്ന അതിമനോഹരമായി ലാൻഡ്സ്കേപ്പ് ചെയ്ത ഒരു ഉദ്യാനത്തിൻ്റെ നടുവിലാണ് അതിമനോഹരമായ ഈ മാർബിൾ സൗധം സ്ഥിതി ചെയ്യുന്നത്. 7500 സ്ക്വയർ ഫീറ്റാണ് ഇതിൻ്റെ വലിപ്പം. 1876 മുതൽ 1900 വരെ ഇന്ത്യ ഭരിച്ചിരുന്ന വിക്ടോറിയ രാജ്ഞിയുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ സൗധം നിർമ്മിച്ചത്. 1901 വിക്ടോറിയ രാജ്ഞിയുടെ മരണശേഷം അവരുടെ ഓർമ്മയ്ക്കായി ഒരു സൗധം പണിയണമെന്ന ആശയം ഇവിടുത്തെ വൈസ്രോയി ആയിരുന്ന കഴ്സൺ പ്രഭുവാണ് കൊണ്ടുവന്നത്. ഈ മണിമാളിക നിർമ്മിക്കാനായിട്ട് വൈസ്രോയുടെ ആവശ്യപ്രകാരം ക്രൗഡ് ഫണ്ടിംഗ് ആണ് നടത്തിയത്. ബ്രിട്ടീഷുകാരും അതുപോലെ തന്നെ പൈസയുള്ള ഇന്ത്യക്കാരുമെല്ലാം ഇതിനു വേണ്ടിയിട്ട് ധാരാളമായിട്ട് സംഭാവനകൾ നൽകി. അന്നത്തെ കാലത്ത് ഏകദേശം 1,05,00,000 രൂപയാണ് ഇതിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ചിലവായത്. വെളുത്ത മാർബിൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് ഈ കൊട്ടാരം പണിതിരിക്കുന്നത്. ബ്രിട്ടീഷ് മുഗൾ, അതുപോലെ തന്നെ ഇന്ത്യൻ, പിന്നെ ഈജിപ്ഷ്യൻ, വെനഷ്യൻ, ഈ നിർമ്മാണ രീതികളെല്ലാം കൂടി കൂട്ടി സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു നിർമ്മാണ രീതിയാണ് ഇതിനു വേണ്ടി അവർ അവലംബിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഇരുവശങ്ങളിലും വളരെ മനോഹരമായ 2 തടാകങ്ങളുണ്ട്. അതുപോലെ തന്നെ വളരെ മനോഹരമായി തന്നെ പരിപാലിച്ചിരിക്കുന്ന ചെടികളും പൂക്കളും നിറഞ്ഞ ഉദ്യാനവും. അതുപോലെ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യ ഭരിച്ചിരുന്ന ധാരാളം ബ്രിട്ടീഷ് രാജാക്കന്മാരുടെയും ഗവർണർമാരുടെയുമൊക്കെ പ്രതിമകൾ ഇവിടെ കൊത്തിവെച്ചിട്ടുണ്ട്. നിലവിൽ ഈ കൊട്ടാരം ഒരു മ്യൂസിയമായിട്ടാണ് പ്രവർത്തിച്ചു വരുന്നത്.
1772 മുതൽ 1911 വരെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ക്യാപിറ്റൽ സിറ്റിയായിരുന്നു കൊൽക്കത്ത. ഇന്നത്തെ കൊൽക്കത്ത അന്ന് കൽക്കട്ട എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കൽക്കട്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാലിക്കട്ട എന്നാണ് ബംഗാളിയിൽ പറയുന്നത്. അതിൻ്റെ അർത്ഥം കാളി ദേവിയുടെ ഗൃഹം എന്നാണ്. ഈ മനോഹര ദീപങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്ന ഈ സ്ഥലം കൊൽക്കത്തയിലെ ഹൗറ സ്റ്റേഷനാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള റെയിൽവേ സ്റ്റേഷനുകളിൽ 2ാം സ്ഥാനമാണ് ഹൗറയ്ക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റേഷൻ നിർമ്മിച്ചത് ബോംബെയിലാണ്. അതിനുശേഷം ആണ് ഹൗറ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായത്. ഇത് ഏകദേശം 178 വർഷങ്ങൾ പഴക്കമുണ്ട്. ഇവിടുത്തെ ആദ്യത്തെ ട്രെയിൻ സർവീസ് 1854 ഹൂഗ്ലിയിലേക്കാണ് നടത്തിയത്. എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ ട്രെയിൻ സർവീസ് ബോംബെയിൽ നിന്നും താനെയിലേക്ക് 1853 നടത്തിയത്. അതുപോലെ ഇപ്പോൾ നിലവിലുള്ളതിൽ വർക്കിംഗ് കണ്ടീഷനായിട്ടുള്ള ലോകത്തിലെ ഏറ്റവും പഴയ ഫേറിക്യൂൻ എന്ന് പറയുന്ന സ്റ്റീം എൻജിൻ ആദ്യമായിട്ട് സർവീസ് നടത്തിയത് ഹൗറയിൽ നിന്നാണ്. അപ്പോൾ ഹൗറ സ്റ്റേഷനെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന പല വർണ്ണങ്ങളിൽ മിന്നിത്തിളങ്ങുന്ന ഈ പാലത്തിനെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. ഇതാണ് ഹൗറ ബ്രിഡ്ജ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ക്യാൻഡിലിവർ ബ്രിഡ്ജുകളിലൊന്നാണ് ഈ ഹൗറ ബ്രിഡ്ജ്. ഹൂഗ്ലി നദിയുടെ കുറുകെ ഹൗറയിൽ നിന്നും കൊൽക്കത്തയിലേക്കുള്ള പ്രവേശന കവാടമെന്നാണ് ഈ ഹൗറ ബ്രിഡ്ജിനെ പറയുന്നത്. ഇത് ക്യാൻഡിലിവർ മാതൃകയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ബ്രിട്ടീഷുകാരുടെ കാലത്താണ് ഇത് നിർമ്മിച്ചത്. സ്റ്റീൽ ഉപയോഗിച്ചാണ് ഈ പാലം മുഴുവൻ നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 26,000 ടൺ സ്റ്റീൽ ഉപയോഗിച്ചിട്ടാണ് ഈ പാലം നിർമ്മിച്ചത്. ഇതിൽ 23,000 ടൺ സ്റ്റീലും നൽകിയത് നമ്മുടെ ടാറ്റ സ്റ്റീലാണ്. അന്ന് ഈ പാലം ഉണ്ടാക്കാൻ വേണ്ടി തന്നെ ഒരു പ്രത്യേക രീതിയിലുള്ള സ്റ്റീൽ അവർ വികസിപ്പിച്ചെടുക്കുകയുണ്ടായി. കാര്യം സ്റ്റീൽ കൊണ്ട് പണിതാണെങ്കിലും ഒരൊറ്റ നട്ടും ബോൾട്ടും പോലും ഉപയോഗിക്കാതെയാണ് ഈ പഹയന്മാർ ഈ പാലം പണിതിരിക്കുന്നത്. ഇത് പണിതുകൊണ്ടിരുന്ന സമയത്ത് ഈ പാലത്തിൻ്റെ സ്ട്രക്ചർ ഒരു 2 അടി ഭൂമിയിലേക്ക് ഇരുന്നു. അന്ന് ഒരു ഭൂമികുലുക്കമുണ്ടായി എന്നാണ് സീസ്മോഗ്രാഫിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹൂഗ്ലിയുടെ തീരത്തുള്ള ഒരു അമ്പലം അന്ന് തകർന്നു വീഴുകയും ചെയ്തു. അപ്പോൾ ഈ സ്ട്രക്ചറിൻ്റെ ഒരു ഭാരത്തിനെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. 1936 പണി തുടങ്ങിയ ഈ പാലം 1942 പണി പൂർത്തിയാക്കി. നീളത്തിൻ്റെ കാര്യത്തിൽ ഈ ലോകത്തുള്ള ക്യാൻഡിലിവർ ബ്രിഡ്ജുകളിൽ 6ാം സ്ഥാനത്താണ് ഹൗറ ബ്രിഡ്ജിന് സ്ഥാനം. 705 മീറ്ററാണ് ഈ പാലത്തിൻ്റെ മൊത്തത്തിലുള്ള നീളം. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു പ്രധാന പാലം തന്നെയാണ് ഹൗറ ബ്രിഡ്ജ്. സർ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ പേരിലും ഈ പാലം അറിയപ്പെടുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.